ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് സൗന്ദര്യത്തെക്കുറിച്ചാണ്. സൗന്ദര്യം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന സംഭവം സൗന്ദര്യം. സൗന്ദര്യം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് കൂടി നമ്മളെ മുഖം, മുടി, അങ്ങനെയല്ല നമ്മുടെ സൗന്ദര്യം എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ ചിലവർ എന്തെങ്കിലും ടിപ്സ് വീട്ടിൽ ചെയ്യൂ, അല്ലാത്തവർ ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യും. നമുക്ക് എത്ര പ്രായമാകുന്നതിനനുസരിച്ച് നമ്മുടെ സൗന്ദര്യം കുറഞ്ഞു നമുക്ക് ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ ഉള്ള സൗന്ദര്യം നമ്മൾ കൂട്ടിയെടുക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കുന്നത്. അപ്പോൾ ചിലവർ ബ്യൂട്ടി പാർലറിൽ പോകും, ചിലവർ വീട്ടിൽ എന്തെങ്കിലും ടിപ്സ് ചെയ്യും. അല്ലാത്തവർ കയ്യിൽ കുറേ കാശുള്ളവരെന്ത് ചെയ്യും, കോസ്മെറ്റിക് ഡെർമറ്റോളജിസ്റ്റിൻ്റെ സേവനമാണ് അവർ സ്വീകരിക്കുന്നത്. അതിപ്പോൾ എല്ലാ പ്രധാന സിറ്റികളിലും അവരുണ്ട്. അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർ ഇപ്പം കയ്യിൽ പൈസ ഇല്ലാത്തവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, നല്ല കാശ് മുടക്കണം. എന്നാൽ അവരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ നല്ല മുഖം നമ്മൾ നല്ല ഭംഗിയാക്കി തരും. മുഖത്ത് പാടുകളൊന്നും ഉണ്ടാവില്ല, കുറേ ചുളിവുകളെല്ലാം മാറ്റി തരും. ഇപ്പം പ്രധാന സിറ്റികളിലെ പെൺകുട്ടികളുടെ മുഖം കാണാൻ നല്ല മിഴുമിഴാന്നിരിക്കുന്നു. പക്ഷേങ്കിൽ അത് ഒരു സിറ്റിങ് ഒന്ന് കുറച്ച് നാളത്തേക്കുണ്ടാവും, പിന്നെ വീണ്ടും രണ്ടാമത്തെ സിറ്റിങ്ങിന് കൊണ്ടുവരും. അത് അവരുടെ കയ്യിൽ പൈസ ഉള്ളവർക്ക് അവരെ സേവനം നേടാം. അല്ലാത്തവർ നമ്മൾ എന്തെങ്കിലും വീട്ടിൽ നിന്നുള്ള ടിപ്സ് അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഒപ്പിക്കാം. പക്ഷേ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ വിട്ടുപോകുന്ന ഏരിയ ഉണ്ട്. മിക്കവാറും വിട്ടുപോകുന്ന ഏരിയ നമ്മളെ കഴുത്തിന് ഇവിടെ നമ്മൾ പ്രധാനമായിട്ടൊന്നും ചെയ്യുന്നില്ല. ഇങ്ങനെ ഫേഷ്യലും ചെയ്യുമെന്നല്ലാതെ വേറെ നമ്മളെ കഴുത്തിന് വരുന്ന പ്രശ്നങ്ങളും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. അതായത് നമ്മളൊരു 40-45 വയസ്സ് കഴിയുമ്പോൾ നമ്മളിൽ അധിക പേർക്കും കാണുന്നൊരു സംഭവമാണ് ഡബിൾ ചിന്ന്, പിന്നെ കഴുത്തിലെ ചുളിവുകൾ, പിന്നെ ഇവിടെ കിടന്നിങ്ങനെ ഒരു ആടുന്നൊരു സംഭവം കൊണ്ടില്ലേ, അതായത് ടർക്കിഷ് നെക്ക്. പിന്നെ അത് ടർക്കി കോഴികളെ കഴുത്തിൽ കിടന്ന് ആടുന്ന പോലത്തെ ഒരു സാധനം ഇങ്ങനെ കിടന്ന് ആടുന്നത് കാണാം മിക്ക പേരിലും. അപ്പോൾ ഇപ്പോൾ ചെറുപ്പക്കാരിൽ പ്രായമുള്ളവർക്ക് മാത്രമല്ല, പ്രായം തന്നെ ഇത് കൂടി വരും. ഈ പ്രായമാവുന്നവരിൽ മാത്രമല്ല, ചെറുപ്പക്കാരിൽ ഈ ഒരു പ്രതിഭാസം കണ്ടു തുടങ്ങി. എന്താണെന്ന് വെച്ചാൽ ഈ ഡബിൾ ചിന്ന്, കഴുത്തിൽ പിന്നെ ചുളിവുകൾ, അത് വേറൊന്നുമല്ല, അവരിങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ, കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ അവരിങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ ഡബിൾ ചിന്നെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതിനായി അവർ വല്ലാത്ത അവർക്ക് ബുദ്ധിമുട്ടാവില്ല, അവരെ ആത്മവിശ്വാസം തന്നെ നഷ്ടപ്പെട്ടിട്ടാവും ഇങ്ങനെ കാണുമ്പോൾ. അപ്പോൾ അവർ ഒരു ഹൈനെക്കാറ്റുള്ള ഡ്രസ്സെല്ലാം ഇട്ടാലും അതെല്ലാം മറച്ചു പിടിക്കണം. പക്ഷെ അതിനെക്കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല, അത് അങ്ങനെ അവിടെ കിടക്കില്ലേ. അപ്പം പിന്നെ അവർക്ക് നമുക്കുള്ള പ്രായത്തിനേക്കാളും കൂടുതൽ പ്രായം തോന്നിക്കും ഇങ്ങനെല്ലാം കാണുന്നു. അപ്പോൾ ഇതിനെല്ലാം ഒരു മാർഗമുണ്ട്. എന്താണെന്നറിയാം, കുറച്ച് എക്സസൈസ്. നമ്മൾ ഒരു 10-20 മിനിറ്റ് ഒരു ദിവസം എക്സസൈസ് ചെയ്താൽ നമ്മളെ കഴുത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും. നമ്മുടെ 75 വയസ്സ് കഴിഞ്ഞാലും നമ്മളെ കഴുത്ത് നല്ല ഭംഗിയായി തന്നെ കിടക്കും. പിന്നെ നമ്മളെ മുഖം പോലെ തന്നെയാണ് നമ്മളെ കഴുത്ത്. മുഖം ശ്രദ്ധിക്കുന്നത് പോലെ നമ്മൾ കഴുത്തും നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അതുമാത്രമല്ല, നന്നായി വെള്ളം കുടിക്കുകയും വേണം, എന്നാലും മാത്രമേ രക്ഷയുള്ളൂ. കഴുത്തിനുള്ള പ്രധാന എക്സസൈസ് ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു വാമിംഗ് അപ്പ് എക്സസൈസ് ചെയ്യാം. കഴുത്തിനുള്ള അപ്പ് ഡൗൺ, അപ്പ് ഡൗൺ, ഡൗൺ, ഡൗൺ. റൊട്ടേഷൻ. ഇനി ചെയ്യാൻ പോകുന്നത് കഴുത്തിൻ്റെ 3 ഭാഗത്തേക്കുള്ള എക്സസൈസാണ്. അതായത് ഈ ഭാഗത്തേക്ക്, ഈ ഭാഗത്തേക്ക്, ഈ ഭാഗത്തേക്ക്. ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ കഴുത്തിങ്ങനെ പോക്കും നല്ല ബലം പിടിച്ചിട്ട് വേണം താഴത്തേക്ക് നോക്കാം. ഞാൻ കാണിച്ചു തരാം. ഇനി ഈ ഭാഗത്തേക്കുള്ളത്. അടുത്തത് ഈ ഭാഗം. അപ്പോൾ ഇവ 3 ഭാഗത്തേക്കുള്ള എക്സസൈസുകളായി. അടുത്തത് ഈ ഭാഗത്തേക്കുള്ള എക്സസൈസാണ്. അപ്പോൾ ഈ ഭാഗത്ത് എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ മുകളിലേക്ക് നോക്കി വായ തുറക്കുന്നൊരു എക്സസൈസാണ്. പക്ഷെ നമ്മൾ മുകളിലേക്ക് വായ തുറക്കുമ്പോൾ ഈസിയായി നമുക്ക് വായ തുറക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ വായ തുറക്കാണ്ടിരിക്കാൻ നമ്മളെ കൈ കൊണ്ടൊന്ന് മുകളിലേക്ക് ചെറുതായിട്ടൊന്ന് മുകളിലേക്ക് ഇങ്ങനെ തള്ളി കൊടുക്കുക. കൂടുതൽ ബലം പിടിച്ച് തള്ളാൻ പാടില്ല, ചെറിയ രീതിയിൽ. ഇത് ഞാൻ ചെയ്ത് കാണിക്കാം, നോക്കൂ.
ഞാനിപ്പോൾ കാണിച്ച എക്സസൈസ് ഇല്ലേ അതെല്ലാം 10 വെച്ചിട്ട് 3 സെറ്റ് ചെയ്യണം. ഇനി ഞാൻ അടുത്ത് കാണിക്കാം അത് വെയിറ്റ് ഉപയോഗിച്ചാണ്. അപ്പം വെയിറ്റ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ എഫക്റ്റ് ആവും അത്. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നന്നായി വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ചാൽ മാത്രമേ നമ്മുടെ സ്കിന്നിനെ നല്ല ഭംഗിയായി കിടക്കൂ. അപ്പോൾ ഇനി വെയിറ്റ് ഉപയോഗിച്ച് ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെ കഴുത്ത് ഒരിക്കലും പിടിക്കാൻ പാടില്ല. അതായത് നമ്മുടെ കഴുത്ത് നിൽക്കുന്നതിനും കുറച്ചുകൂടി ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ നോക്കി അവിടെ തന്നെ ഇരിക്കണം നമ്മുടെ ശ്രദ്ധ. അതായത് നോക്കാം. അടുത്ത എക്സസൈസ് ശ്രദ്ധിക്കുക. നേരത്തെ നമ്മൾ ഇങ്ങനെ പിടിച്ചല്ലേ ചെയ്തത്. അപ്പം കൈ നേരെ ഇങ്ങനെ പിടിച്ച് നേരത്തതുപോലെ ഇങ്ങനെ തല കുറച്ച് പൊക്കി ഏതെങ്കിലും ഒരു ബിന്ദുവിലേക്ക് ശ്രദ്ധിച്ച് ഇതൊരു ആട്ടം ചെയ്ത് ശ്രദ്ധിച്ചോ. കൈ കുറച്ചിങ്ങനെ നിവർത്താൻ പാടില്ല, കുറച്ചിങ്ങനെ ഒരു വളവ് വേണം. അടുത്തത് ശ്രദ്ധിക്കുക. ഇതിങ്ങനെ പിടിക്കുമ്പോൾ ഇതിൻ്റെ അളവ് ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഇത് കണ്ടില്ലേ, എൻ്റെ 2 ഭാഗത്ത് കവിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ചിന്നിങ് പാടില്ല, അതുകൊണ്ട് ഇത് എൻ്റെ കണക്കായ അളവാണ്. അപ്പോൾ ഇതേ രീതിയിലാണ് നിൽക്കേണ്ടത്. ഇത് ശ്രദ്ധിക്കുക. നേരത്തെ പോലെ കഴുത്ത് കുറച്ച് മുകളോട്ടാക്കി ഇതൊക്കെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് നോട്ടം. ഞാനിപ്പോൾ കാണിച്ച എക്സസൈസ് എല്ലാം നേരത്തെ പറഞ്ഞതുപോലെ ഓരോന്നും 10 വെച്ചിട്ട് 3 സെറ്റായിട്ട് ചെയ്യുക. അതായത് 20 മിനിറ്റ് ചെയ്താൽ മതി ഒരു ദിവസം ഞാൻ ഈ കാണിച്ച മുഴുവൻ എക്സസൈസും. അല്ലാണ്ട് നമ്മൾ 19 ഒരു ദിവസം ചെയ്തേക്കരുത്. അതായത് നമ്മൾ ഡോക്ടറെല്ലാം പോയി 5 ദിവസത്തേക്ക് മരുന്ന് നമ്മൾ ഒരട്ടിക്ക് കുടിക്കുമല്ലോ, ഒരട്ടി കുടിച്ച് നമ്മൾ തട്ടിപ്പോകില്ലേ. അതുപോലെ എല്ലാത്തിനും ഓരോ ഡോസ് ഉണ്ട്, അത് കഴിച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇത് 20 മിനിറ്റേ ചെയ്യണ്ടേ ഒരു ദിവസം, എല്ലാം കൂടി 20 മിനിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഓരോന്നും 10 വെച്ച് 3 സെറ്റായിട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം നന്നായിട്ട് കുടിക്കണം, എന്നാലേ നമ്മളെ സ്കിന്ന് നല്ല ഇതായി കിട്ടുള്ളൂ.